വെൽക്കം ടു CS ട്രാവൽ ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റാർട്ടറായി കിട്ടുന്ന പനീർ ടിക്കയാണ്. പനീർ ടിക്ക നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമുക്ക് വേണ്ട. ഇന്ന് നമ്മൾ പനീർ ടിക്ക ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയർ നമുക്ക് അധികം സമയം ഒന്നും തന്നെ എടുക്കില്ല. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പനീർ ടിക്ക മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 4 ടീസ്പൂൺ കാശ്മീരി മിർച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണ് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണ് ഗരം മസാല കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ നീര് അതൊരു 2 ടീസ്പൂണാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കുകയാണ്. ഇനി നമ്മൾ ഒരു 1 ടീസ്പൂണ് ഉപ്പും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് എടുക്കാം. നമ്മുടെ പനീർ ടിക്ക മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ക്യാപ്സിക്കം, ടൊമാറ്റോയെ പിന്നെ ഓനിയൻ ആണ്. ഇതിനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 400 ഗ്രാം പനീർ ടിക്കയ്ക്കാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 400 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കുക. ഇതിനെ നമ്മളിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കുക. പനീർ ടിക്കയ്ക്ക് വേണ്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയി. നമ്മളിനി ഇതൊന്ന് തുറന്ന് നമ്മളിത് ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. അപ്പം നമ്മളിനി എയർ ഫ്രയറിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുത്തിട്ട് എയർ ഫ്രയറിലേക്കൊന്ന് മാറ്റുക. നമുക്ക് എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീറും വെജിറ്റബിളും കൂടെ നമുക്ക് ഈ ട്രേക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇത് എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ടൈം സെറ്റ് ചെയ്യാം. നമ്മൾ 180 വെച്ചേക്കുന്നത്, 180 ഡിഗ്രിയിൽ. നമുക്കിത് ടൈം നമ്മൾ 20 മിനിറ്റ്സാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഇപ്പം നമ്മളിത് 180 20 മിനിറ്റ്സിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. നമ്മുടെ പനീർ ടിക്ക കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് 20 മിനിറ്റ്സ് എന്നുള്ളത് ശകലം കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സ് ഓളം വെച്ചിട്ടുണ്ട് നമ്മൾ. കാരണം നമ്മുടെ ക്വാണ്ടിറ്റി ഇച്ചിലൂടെ കൂടുതലായതിൻ്റെ പേരിൽ. ഇന്നത്തെ ഞങ്ങളുടെ പനീർ ടിക്കയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങളിത് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.